ഈ രാഹുൽ മാങ്കൂട്ടം ചെയ്തത് ഇത് ഒരു ചാറ്റ് ഇവർ പറയുന്നു. അതായത് റിനി ആൻഡ് പറയുന്ന ഒരു ചാറ്റ് ഉണ്ടെന്ന് കാണിച്ചു കൊടുത്തിട്ടില്ല. ഇത് രാഹുലാണെന്ന് പറഞ്ഞിട്ടില്ല. ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ കൊണ്ടുപോകും എന്ന് പറഞ്ഞിരുന്നു എന്നുള്ള ഒരു ഡയലോഗ് മാത്രം. എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിലെന്ത് സ്ത്രീപീഡനാണുള്ളത്. ഇതിൽ രാഹുൽ മാങ്കൂട്ട എന്ത് ഇങ്ങനെയാണെങ്കിൽ ഇവിടത്തെ ഈ കേരളത്തിലെ എല്ലാ പുരുഷന്മാർക്കെതിരെയും സ്ത്രീ പീഡനത്തിന് കേസെടുക്കേണ്ടി വരുന്ന എനിക്ക് തോന്നുന്നു. ഒരാൾക്ക് മിണ്ടാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് എനിക്ക് തോന്നുന്നു. ഇനി മറ്റൊന്ന്, അതിനെ തുടർന്നാണ് ഈ പ്രവാസി എഴുത്തുകാരി, എന്താണ് അവരുടെ പേര്, ഞാൻ പേര് വിട്ടുപോയി, ആ പ്രവാസി എഴുത്തുകാരി ഇവരെ പറ്റി, രാഹുൽ മാങ്കൂട്ടത്തെ പറ്റി പറയുന്നത് അവർക്ക് അനുഭവമൊന്നുമില്ല. അവരുടെ ഒരുപാട് സുഹൃത്തുക്കൾ പറഞ്ഞിരുന്നത് അത്ര ഇയാൾ ശരിയല്ല, ഇയാൾ ഇങ്ങനെ കുറെ അശ്ലീല സംഭാഷണങ്ങളൊക്കെ അയക്കുന്നുണ്ട് എന്നുള്ളത്. എന്താണ് ഈ അശ്ലീല സംഭാഷണം, ഈ അശ്ലീലം എന്ന് പറയുന്നത് എന്താണ് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്താണെന്ന് ഇവരും പറഞ്ഞിട്ടില്ല, ഇവരും കാണിച്ചു കൊടുത്തിട്ടില്ല. പിന്നെ അടുത്ത് ഒരു ട്രാൻസ്ജെൻഡർ വുമൺ, അവളുടെ പേര് അവന്തിക. അവന്തികയാണ് പറഞ്ഞത് എന്നെ ബലാത്സംഗം ചെയ്യുമെന്ന്. ഇവരൊക്കെ സുഹൃത്തുക്കളാണ്. ഇതൊക്കെ വർഷങ്ങളായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്ത് വലയത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടം പറഞ്ഞു എന്നെ ബലാത്സംഗം ചെയ്യുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, നിന്നെ കണ്ടിട്ട് എനിക്ക് ബലാത്സംഗം ചെയ്യാൻ തോന്നുന്നുണ്ട്, നിന്നെ ഞാനത് ബലാത്സംഗം ചെയ്തോട്ടെ എന്ന് ഒരു പെൺ സുഹൃത്തിനോട് ഈ രാഹുൽ മാങ്കൂട്ടം ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമുക്കൊന്നും അറിയില്ല ഇയാൾ ചോദിച്ചിട്ടുണ്ടോ, ഇതിനും തെളിവില്ല, അവന്തികയുടെ അടുത്ത് ഇതിനും തെളിവില്ല എന്നൊക്കെ പറയുന്നത് ഇത് എന്താ പറയാ, ഒരു വാനിഷിംഗ് മെസ്സേജ് ആണ്. ആ തെളിവുകളൊന്നും ഇല്ല എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഉന്നയിച്ച ആരുടെ അടുത്ത് ഒരു തെളിവുമില്ല, ഇവര് പോലീസായിട്ട് പരാതിപ്പെട്ടിട്ടില്ല. അതാണ് ഏറ്റവും വലിയ രസം. പിന്നീട് രാഹുൽ മാങ്കൂട്ടം തന്നെ പറഞ്ഞു ആഗസ്റ്റ് 1-ാം തീയതി ഈ അവന്തിക തന്നെ വിളിച്ചിരുന്നു, അവന്തിക ഇങ്ങോട്ടേക്ക് തന്നെ വിളിച്ചിരുന്നു. ഏതൊരു പത്രപ്രവർത്തകർ പറഞ്ഞത്രേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിങ്ങൾക്ക് എന്താ പരാതി ഉള്ളത്, അയാൾ ശരിയല്ലല്ലോ, അയാൾക്കെതിരെ നിങ്ങൾക്ക് എന്താ പരാതി എന്നൊക്കെ ഈ അവന്തികയോട് ചോദിക്കുകയാണ്. അപ്പൊ അവന്തി പറഞ്ഞു എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് പരാതിയൊന്നും ഇല്ലല്ലോ. അല്ല, നിങ്ങളുടെ സുഹൃത്താണല്ലോ, അയാൾ ശരിയല്ല, അയാൾ നിങ്ങൾക്കെതിരെ എന്തൊക്കെയാണ് അതിക്രമം നടത്തിയെന്ന് പറഞ്ഞു. അവന്തിക പറഞ്ഞു എനിക്ക് അങ്ങനെ അനുഭവങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് അവന്തിക രാഹുൽ മാങ്കൂട്ടത്തെ വിളിക്കുകയാണ് ആഗസ്റ്റ് 1-ാം തീയതി. എന്നിട്ട് പറയാണ് ഇങ്ങനെ ഒരു പത്രപ്രവർത്തകൻ വിളിച്ച് ചോദിച്ചു എന്താ പ്രശ്നം ഉണ്ടോ എന്ന് അങ്ങോട്ട് ചോദിക്കുകയാണ്. അതാണ് രാഹുൽ മാങ്കൂട്ടം തനിക്കെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങളിൽ ഒട്ടും കഴമ്പില്ല, ഒക്കെ വ്യാജമായ അല്ലെങ്കിൽ ഒരു കഥയില്ലാത്ത ആരോപണങ്ങളാണ് എന്ന് രാഹുൽ മാങ്കൂട്ടം 2 ദിവസം മുമ്പ് പത്രപ്രവർത്തകർക്ക് വളരെ വ്യക്തമായ തെളിവുകളോടെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. എന്നിട്ട് അവന്തിക പിന്നെ പറഞ്ഞെന്താണെന്നറിയോ, ഞാനത് 1-ാം തീയതി പറഞ്ഞെന്താണെന്ന് വെച്ചാൽ രാഹുലിനെ പേടിയായിട്ടാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ, ഈ നമ്മളൊക്കെ പൊട്ടന്മാരാണ്. അതായത് രാഹുലിനെ പേടിയായതുകൊണ്ട് ഈ ഇങ്ങനെ ഒരു പത്രപ്രവർത്തകൻ വിളിച്ചു പറഞ്ഞത് രാഹുലിനോട് തന്നെ വിളിച്ചു പറയാണ്, ഇങ്ങനെ ഒരാൾ ചോദിച്ചിട്ടോ നിങ്ങളോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ പേടിയുണ്ടെങ്കിൽ ഇപ്പം പറയേണ്ടിയിരുന്നോ? ഇതിലൊന്നും ഒരു ലോജിക്കില്ലാത്ത കാര്യങ്ങളാണ്. എന്നിട്ട് ഈ സംഭാഷണം ഈ എന്താ പറയാ ഈ പത്രപ്രവർത്തകനുമായി അവന്തിക നടത്തിയ സംഭാഷണം മുഴുവൻ അതിന്റെ വോയിസ് ക്ലിപ്പ് രാഹുലിന് അയച്ചു കൊടുക്കുന്നു. എന്നിട്ട് പറയാണ് രാഹുലിനോട് എനിക്ക് പേടിയായിരുന്നു. എന്റെ മക്കളെ, ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഒരു ചാറ്റ്, ഒരു ഗർഭത്തിന്റെ ഒരു കാര്യം വരുന്നത്. ഈ ഗർഭത്തിന്റെ കാര്യം അതിന്റെ ഇടയിലാണ് ഏറ്റവും ഗുരുതരമായ നമ്മുടെ പത്രങ്ങളൊക്കെ ചെയ്ത ഏറ്റവും വലിയ ഒരു കൊടുപാതകം എന്താണെന്ന് അറിയോ? പറഞ്ഞ കാര്യങ്ങൾ രാഹുൽ ഗർഭം യുവതിയുടെ സമ്മതമില്ലാതെ രാഹുല് ഗർഭഛിദ്രത്തിന് വേണ്ടിയിട്ട് നിർബന്ധിച്ചു, ഗർഭം അലസിപ്പിക്കാൻ വേണ്ടിയിട്ട് ആജ്ഞാപിച്ചു, പിന്നെ കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തി. ഇത് ദേശാഭിമാനി ഇന്നത്തെ പത്രത്തിലുണ്ട്. ദേശാഭിമാനി കഴിഞ്ഞ 2-3 ദിവസമായി ആഘോഷിക്കുകയാണ്. രാഹുൽ ആ പെൺകുട്ടിയെ കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തി, ആ കുട്ടിയെ കൊന്നു, ആ ഭ്രൂണത്തെ കൊന്നു, അല്ലെങ്കിൽ ആ ഗർഭം അലസിപ്പിച്ചു, യുവതിയുടെ സമ്മതമില്ലാതെ ഗർഭം അലസിപ്പിച്ചു. ഇതൊക്കെയാണ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിന്റെ ഇടയിൽ ഞാൻ ഒരു ഒറ്റ മിനിറ്റ്, അതായത് അന്ന് ആ സംഭാഷണം അത് ഓഡിയോ നിങ്ങൾ പലരും കേട്ടിരിക്കും, എങ്കിലും നമ്മുടെ പല പത്രങ്ങളും യഥാർത്ഥത്തിൽ ആ സംഭാഷണം എന്തൊക്കെയാണ്, ഈ രാഹുൽ മാങ്കൂട്ടം ആണോ എന്ന് നമുക്കറിയില്ല, ആർക്കും അറിയില്ല. രാഹുൽ മാങ്കൂട്ടം എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ശബ്ദം, അതിനങ്ങേപ്പുറത്തേക്ക് ഒരു പെൺകുട്ടിയുടെ ശബ്ദം. ഈ എന്താ പറയാ ഇവർ തമ്മിലുള്ള സംഭാഷണം കേട്ട ഏതൊരാൾക്കും ഞാൻ പറയുന്നില്ല, എനിക്ക് തോന്നിയത് രാഹുലും ഈ പെൺകുട്ടിയും തമ്മിൽ രാഹുലാണെങ്കിൽ അല്ലെങ്കിൽ ആ പുരുഷൻ ഇതിൽ സംസാരിക്കുന്ന ഒരു പുരുഷനും ഒരു പെൺകുട്ടിയും, ഈ പെൺകുട്ടിയും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടും. ആ റിലേഷൻ ഏത് തരത്തിലാണെന്ന് നമുക്കറിയില്ല. ഒരു പെയ്ഡ് റിലേഷൻ ആണോ, ഈ പെൺകുട്ടി ഒരു സെക്സ് വർക്കർ ആണോ, അതല്ലെങ്കിൽ പരസ്പര സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധമായിരുന്നോ,
അല്ലെങ്കിൽ രാഹുലിനോട് ഇഷ്ടം തോന്നിയിട്ട് രാഹുലിന്റെ പ്രണയിനിയായിരുന്നു, ഒന്നും നമുക്കറിയില്ല. അല്ലെങ്കിൽ ഈ യുവാവിന്റെ, ഞാൻ വീണ്ടും വീണ്ടും രാഹുൽ എന്ന് പറയുന്നില്ല, ഈ യുവാവിന്റെ അങ്ങനെ 18 വയസ്സ് പൂർത്തിയായ ഒരു സ്ത്രീയും പുരുഷനും പരസ്പരം സംസാരിക്കുന്നു. അതിൽ നമുക്ക് മനസ്സിലാവുന്നത് സ്ത്രീ ഗർഭിണിയാവുന്നു. സ്വാഭാവികം, സ്ത്രീ ഗർഭിണിയാവുന്നു. ഗർഭിണിയാവുമ്പോൾ സ്വാഭാവികമായും സ്ത്രീക്കായിരിക്കും ഉത്കണ്ഠ. ഗർഭിണിയായി കഴിഞ്ഞാൽ ഇത് ഗർഭം എന്താണ് ചെയ്യുക, ഇത് അബോർട്ട് ചെയ്യാൻ പറ്റുമോ, അബോർട്ട് ചെയ്യുമോ, അല്ലെങ്കിൽ അബോർട്ട് ചെയ്യാൻ ഇവർക്ക് മാനസികമായ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അത് വളരെ സ്വാഭാവികമായ കാര്യമാണ്. നേരെ മറിച്ച് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതു ഫിഗറായ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ജനപ്രതിനിധിയായ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം രാഹുലിന്റെ ഇമേജിനെ അത് ബാധിക്കുന്ന ഒരു പ്രശ്നമായിരിക്കാം. അപ്പൊ സ്വാഭാവികമായും രാഹുല് ഈ പെൺകുട്ടിയോട് സംസാരിക്കുന്നു, ഇതെങ്ങനെയാണ് നീ മാനേജ് ചെയ്യുക, എങ്ങനെ മാനേജ് ചെയ്യുക, അത് ഒഴിവാക്കുന്നതല്ലേ നല്ലത്. അങ്ങനെ സംഭാഷണം പോയി ഒരു ഘട്ടത്തിലാണ് പെൺകുട്ടിയാണ് അങ്ങോട്ട് ചോദിക്കുന്നത്. ഞാൻ ആ സംഭാഷണം വായിക്കാം, അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അല്ല രാഹുൽ ഈ പെൺകുട്ടിയോട് നിന്നെ ഞാൻ കൊല്ലും, നിന്നെ ഞാൻ കൊന്ന് കെട്ടിത്തൂക്കുന്നു ഒന്നും പറഞ്ഞിട്ടില്ല. ആ സംഭാഷണം വളരെ കൃത്യമായി ഞാനിപ്പോ വായിക്കുന്നത് എന്താ പറയാ, കേരള കൗമുദി കൊടുത്താണ്. കേരള കൗമുദി കൊടുത്തിട്ടുണ്ട്, മനോരമ കൊടുത്തിട്ടുണ്ട്. മനോരമയുടെ പ്രസക്ത ഭാഗം എന്ന് പറഞ്ഞിട്ട് കുറെ ഭാഗങ്ങളാണ് കൊടുത്തത് എന്ന് പറയുന്നത് ഇന്നലെ മലയാള പത്രത്തിൽ കേട്ടോ. ദേശാഭിമാനി ഫുൾ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്, ദേശാഭിമാനിയിലുണ്ട്. ഈ ദേശാഭിമാനി ഞാൻ വായിക്കുന്നത്, ദേശാഭിമാനി മനഃപൂർവ്വം ഞാൻ അതിന്റെ അകത്ത് വല്ല കുത്തിത്തിരിപ്പ് നടത്തിയോന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് കേരള കൗമുദി എനിക്ക് വിശ്വസിക്കാം എന്ന് എനിക്ക് ബോധ്യമുള്ള, ഞാൻ പണ്ട് ജോലി ചെയ്ത കേരള കൗമുദി എന്ന പത്രത്തിൽ അതിനെ സംബന്ധിച്ചുള്ള വാർത്ത, അതിനെ സംബന്ധിച്ചുള്ള ഇവരുടെ സംഭാഷണം ഇങ്ങനെയാണ്. ആ സംഭാഷണത്തിന്റെ പ്രസക്തമാകുന്നില്ല, ആ സംഭാഷണത്തിന്റെ പൂർണ്ണ രൂപം. സംഭാഷണം ഇങ്ങനെയാണ്. യുവതി പറയാണ്, എന്റെ പെർമിഷൻ ഇല്ലാതെ, യുവതി പറയുന്നു, എന്റെ പെർമിഷൻ ഇല്ലാതെ അത് ഇല്ലാതാക്കണമെന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണ്? രാഹുൽ പറയാണ്, ഇതിന്റെ പ്രത്യാഘാതത്തെ കുറിച്ച് ബോധമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പൊ യുവതി, പ്രത്യാഘാതം ഞാൻ ഒറ്റയ്ക്ക് അഭിമുഖീകരിക്കുമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ യുവതി നേരത്തെ പറയുന്നുണ്ട്, ഇതിന്റെ പ്രത്യാഘാതത്തെ ഞാൻ ഒറ്റയ്ക്ക് അനുഭവിച്ചോളാം. അല്ലാതെ ഈ പെൺകുട്ടി രാഹുലിനെ കുറ്റപ്പെടുത്തുക, ഈ ഗർഭങ്ങളെ ഏറ്റെടുക്കണം എന്നൊന്നും പറയുക, അല്ലെങ്കിൽ ഇത് ചെലവ് തരണം എന്നൊന്നും ഒന്നുമല്ല. ഇത് ഞാൻ ഏറ്റെടുത്തോളാം, അല്ലെങ്കിൽ ഞാൻ ചെയ്തോളാം. യഥാർത്ഥത്തിൽ പെൺകുട്ടിക്ക് ഗർഭം ഉണ്ടോ എന്ന് നമുക്കറിയില്ല കേട്ടോ. ഇത് ഒരുപക്ഷെ രാഹുലിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടോ അങ്ങനെ നടത്തിയ സംഭാഷണം ആണോ എന്ന് നമുക്കറിയാം. ഇതിന് നമുക്ക് ഒരു വ്യക്തതയും ഇല്ല ഇത് സംബന്ധിച്ച്. അങ്ങനെ ഈ സംഭാഷണം പോയി അവസാനം ഈ കൊലപാതകം ആ രീതിയിൽ എന്താ പറയുന്നത് അറിയോ? അതായത് ഈ യുവതി പറയാണ്, അത് ഞാൻ നോക്കിക്കൊള്ളാം, എനിക്ക് നല്ല അന്തസ്സായി വളർത്താൻ പറ്റും, തന്റെ ഒരു സഹായവും ആവശ്യമില്ല. പെൺകുട്ടി പറയാണ്, അതായത് രാഹുൽ പറയുന്ന എന്താ പറയാ, എബോർട്ട് ചെയ്യുന്നതല്ലേ നല്ലത് എന്നൊക്കെ, അല്ല നീ നാളെ തന്നെ എബോർട്ട് ചെയ്യണം, അല്ലെ ഞാൻ പോയി കലക്കിക്കാളും എന്നൊന്നല്ല പറയുന്നത്. വളരെ നല്ല രീതിയിൽ പറയുമ്പോ ഈ പെൺകുട്ടി പറയാന്ന്, നിന്റെ സഹായമൊന്നും വേണ്ട, ഞാൻ നോക്കിക്കോളാം, എനിക്ക് നല്ല അന്തസ്സായി വളർത്താൻ പറ്റും, തന്റെ ഒരു സഹായവും ആവശ്യമില്ല. അപ്പൊ രാഹുൽ പറയാണ്, എന്താ എനിക്ക് തന്നെ ഒന്ന് കാണണം, എനിക്ക് തലയൊക്കെ പൊട്ടിപ്പൊളിയുകയാണ് സീരിയസ്ലി എന്നാണ് രാഹുൽ പറയുന്നത്. അപ്പൊ യുവതി, സ്നേഹം കൊണ്ടല്ല താൻ കാണാൻ വരുന്നതെന്ന് എനിക്കറിയാം, താൻ എന്നെ കാണാൻ വരുന്നത് സ്നേഹം കൊണ്ടൊന്നല്ല, ഇപ്പൊ ഞാൻ ഗർഭിണിയാണെന്ന് പറഞ്ഞപ്പോൾ അതിന്റെ ഒരു ഉത്കണ്ഠ കൊണ്ടോ അല്ലെങ്കിൽ അതിന്റെ ഒരു പേടി കൊണ്ടൊക്കെയാണ് താൻ എന്നെ കാണാൻ വരുന്നത്, സ്നേഹം കൊണ്ടൊന്നല്ല എനിക്കറിയാം. എനിക്ക് എന്തെങ്കിലും കലക്കി തന്ന് കൊല്ലാനാണോ? എന്നിട്ട് പെൺകുട്ടി ചോദിക്കുകയാണ്, എനിക്ക് എന്തെങ്കിലും കലക്കി തന്ന് കൊല്ലാനാണോ നീ വരുന്നത്? ഇതൊരു കാഷ്വൽ ടോക്കാണ്. അതായത് ഇതിന്റെ ഇടയിൽ പെൺകുട്ടി ചോദിക്കുകയാണ്, നിനക്ക് എന്നോട് സ്നേഹമൊന്നും ഉണ്ട് എന്ന് തോന്നുന്നില്ല, നീ വരുന്നത് എനിക്ക് എന്തെങ്കിലും കലക്കി തന്ന് കൊല്ലാനാണോ? അങ്ങനെ ചോദിക്കുന്നത്, എനിക്ക് എന്തെങ്കിലും കലക്കി തന്ന് കൊല്ലാനാണോ എന്ന് ചോദിക്കുമ്പോൾ രാഹുൽ പറയാണ്, എനിക്ക് തന്നെ കൊല്ലാനാണെങ്കിൽ എത്ര സെക്കൻഡ് വേണമെന്നാ വിചാരിക്കുന്നത്? എനിക്ക് നിന്നെ കൊല്ലണമെങ്കിൽ എത്ര സെക്കൻഡ് വേണമെന്ന്. ഇത് സ്വാഭാവികമായ ഒരു പെൺകുട്ടി ഇങ്ങനെ ചോദിക്കുമ്പോൾ മറുപക്ഷത്തുള്ള ഒരാൾ ഈ രീതിയിൽ സ്വാഭാവികമായും പറയും എന്ന് വിചാരിച്ചിട്ട് അത് നിന്നെ കൊല്ലാൻ വേണ്ടി പോകാണെന്നാണോ ഇതിന്റെ അർത്ഥം? ഇത് നമ്മളൊക്കെ പൊട്ടന്മാരാണ്. ഇത് കേൾക്കുന്ന നമ്മളൊക്കെ ഇപ്പോഴും ദേശാഭിമാനി പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എന്താ പറയാ, ഈ ഗർഭചിത്രത്തിന് നിർബന്ധിച്ച് രാഹുൽ എന്നും കൊല്ലാൻ സെക്കൻഡുകൾ മതി എന്നൊക്കെയാണ് തലക്കെട്ട്. ഈ കേരള കൗമുദി പോലും തലക്കെട്ടൊക്കെ കൊടുത്തത് അങ്ങനെയാണ്. കാരണം അങ്ങനെയാണല്ലോ ഈ ആൾക്കാരെ വായിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ രീതിയിലേക്ക് തലക്കെട്ടൊക്കെ കൊടുത്തു. അത് കുറെ കൂടി രൂക്ഷമായിട്ടാണ് ദേശാഭിമാനി കൊടുത്തത്. അതിലേക്ക് വരാം, ദേശാഭിമാനി ഞാൻ കാണിക്കാം. എന്നിട്ട് രാഹുൽ പറയാണ്, എനിക്ക് തന്നെ കൊല്ലാനാണെങ്കിൽ എത്ര സെക്കൻഡ് വേണമെന്നാ വിചാരിക്കുന്നേ? അപ്പൊ യുവതി, എങ്കിൽ കൊന്നേരെ. അപ്പൊ യുവതി പറയാം, എങ്കിൽ കൊന്നേരെ, അതാണ് തനിക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യം. എനിക്ക് എന്നിട്ട് താൻ മിടുക്കനായിട്ട് അങ്ങ് പോകുമോ? താൻ എന്താന്ന് വെച്ചാൽ ചെയ്യി. അങ്ങനെയാണ് പെൺകുട്ടി പറയുന്നത്. താൻ അങ്ങനെ മിടുക്കനായിട്ട് പോകുമോ, എന്താന്ന് വെച്ചാൽ ചെയ്യി എന്നൊക്കെ പറഞ്ഞ് ഉള്ള സംഭാഷണം. ഈ സംഭാഷണത്തിലും എന്താണ് രാഹുലിനെതിരെ നിങ്ങൾക്ക് ആരോപിക്കാനുള്ളത്? എനിക്ക് മനസ്സിലാവാത്ത കാര്യമാണ്. ഒരു സ്ത്രീയും പുരുഷനും സൗഹൃദം, അവർ തമ്മിലുള്ള ലൈംഗിക ബന്ധം,
അതിൽ സ്വാഭാവികമായും ഈ യുവതി ഗർഭിണിയാകുന്നു. എല്ലാം വളരെ സ്വാഭാവികം. അപ്പൊ സ്വാഭാവികമായും ഈ യുവാവ് പറയുന്നു, അല്ലെങ്കിൽ ഈ മറ്റേ പരീക്ഷ പറയുന്നു, അത് ഒഴിവാക്കുന്നതല്ലേ നല്ലത്. ഇതൊന്നും ലോകത്തിൽ ആദ്യത്തെ സംഭവമല്ലല്ലോ. ഇത് കേട്ടായിരിക്കും ലോകത്തിൽ ആദ്യമായിട്ട് ഉണ്ടായ ഒരു സംഭവമാണ് ഈ പറയുന്ന ഒരു പെൺകുട്ടിക്ക് ഗർഭമുണ്ടായി. ഗർഭം അലസിപ്പിക്കാൻ വേണ്ടി 100 കണക്കിന് ഗർഭചിത്രങ്ങൾ ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ കേരളത്തിൽ. പറയാണ് എന്താ പറയാ, എന്തോ വൻ സംഭവമായിട്ട്. ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇതൊക്കെയാണ് രാഹുലിനെതിരെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾ. ഇത് രാഹുലിനെതിരെ മാത്രമല്ല, ഈ ഭൂമി മലയാളത്തിലെ ഏത് ആരോഗ്യവാനായ ഒരു പുരുഷനെ സംബന്ധിച്ചും ആർക്കും ഉന്നയിക്കാവുന്ന കുറേ പൊട്ട ആരോപണങ്ങൾ മാത്രമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നമ്മുടെ മാധ്യമങ്ങൾ മുഴുവൻ ആഘോഷിക്കുന്നത്. ഇതിൽ ഞാൻ കഴിഞ്ഞ തവണയും ഞാൻ പറഞ്ഞു, കോൺഗ്രസ് ചെയ്തത് ഏറ്റവും വലിയ വിഡ്ഢിത്തമാണ്. അവര് രാഹുലിനെതിരെ ശക്തമായ നടപടി വേണമെന്ന് പറഞ്ഞു. രാഹുലിനെ കൊണ്ട് ആദ്യം തന്നെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെപ്പിച്ചു. ഏറ്റവും പുതുതായിട്ട് രാഹുലിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. എത്ര മാസത്തേക്കൊന്നും പറയുന്നില്ല. രാഹുലിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇനി ഇവരുടെ അതൊക്കെ ചെയ്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, രാഹുലിന് ഈ വിധത്തിലുള്ള സൗഹൃദങ്ങളെന്നോ ബന്ധങ്ങളെന്നോ ഒക്കെ നമുക്ക് വ്യാഖ്യാനിക്കുന്നതിനെ പറ്റി. ഇതേപോലുള്ള സൗഹൃദങ്ങൾ യൂത്ത് കോൺഗ്രസിലെ മിക്കവാറും നേതാക്കന്മാർക്കൊക്കെ ഉണ്ട്. യൂത്ത് കോൺഗ്രസുമല്ല, കോൺഗ്രസിലെ നേതാക്കന്മാർക്കുണ്ട്. CPM-കാരാണ്, പിന്നെ പറയേണ്ട കാര്യമില്ല. എല്ലാവർക്കും ഇത്തരത്തിലുള്ള ഒരുപാട് സൗഹൃദങ്ങൾ, ഒരുപാട് ബന്ധങ്ങളൊക്കെ ഉണ്ട്. ഇത് രാഹുലിന് മാത്രമായിട്ടുള്ള ഒരു സംഭവമൊന്നുമില്ല. ഇത് രാഹുലിനെ മാത്രം ടാർഗറ്റ് ചെയ്യാനുള്ള കാരണം, ഇതായിട്ട് പുറത്തേക്ക് വന്ന് മൊട്ടയെ പോലുള്ള കുറെ നികൃഷ്ട ജീവികൾ ഇതങ്ങോട്ട് കത്തി ആളിപ്പിച്ച് മുത്തുച്ചിപ്പി മാഗസിൻ പോലെ ആൾക്കാർ ഇത് എന്താ പറയാ, നമ്മുടെ പ്രേക്ഷകര് ഇത് ഭയങ്കര ഹരത്തിൽ എന്തൊക്കെയാണെന്ന് അറിയാനുള്ള ഈ ലൈംഗിക ദാരിദ്ര്യം പിടിച്ച മലയാളികളുടെ ഒരു കൂട്ടം ഇതെല്ലാം കൂടി ആയപ്പോഴാണ് കോൺഗ്രസ്സുകാർ ആകെ പ്രശ്നത്തിലായത്. കാരണം അവർക്ക് പേടി അങ്ങേപ്പുറത്തുള്ള ആരാണ്? CPM-കാരാണ്. കുമാരപ്പിള്ള സാറ് പറഞ്ഞാൽ അറിയാലോ, ശ്രീനിവാസന്റെ കഥാപാത്രം. അതായത് ഒരു യുവനേതാവിനെ തകർക്കണമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാൻ മതി, പെണ്ണു കേസ് ഉണ്ടാക്കിയാൽ മതി എന്ന് പണ്ടേ ശ്രീനിവാസന്റെ കഥാപാത്രം, കുമാരപ്പിള്ള സാർ ശങ്കരാടി അവതരിപ്പിച്ച കഥാപാത്രം ഇപ്പോഴും നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടാവും. ആ കഥാപാത്രം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. CPM-കാര് ഭയങ്കര അർമാദിക്കാൻ തുടങ്ങി. കാരണം ഇനി ഇവരിത് വെച്ച് കളിക്കും. ഈ സതീശന്റെ ഒക്കെ വിചാരം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ശക്തമായ നടപടി എടുത്തു കഴിഞ്ഞാൽ അതോടെ തീരുന്നതാണ്. എന്റെ സതീശ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ വീണ്ടും പറയുകയാണ്, നിങ്ങൾ ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ട് ആ എന്താ പറയാ പാലക്കാട്ടെ MLA സ്ഥാനം രാജിവെപ്പിച്ചാലും നിങ്ങളെ വെറുതെ ഇരുത്തില്ല CPM-കാര്.